Good afternoon. Good afternoon. Good afternoon. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ആരാണ്? പ്രയർ ഞാനാ മിസ്. ഓക്കെ, മാളവിക. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളീണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. വീണ്ടും നാദെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. വീണ്ടും നാദെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. എന്റെ പാദത്തെ നേർവഴി കാട്ടി കാത്തുകൊള്ളണേ ദൈവമേ. എന്റെ പാദത്തെ നേർവഴി കാട്ടി കാത്തുകൊള്ളണേ ദൈവമേ. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ ദിവ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. ഓക്കെ, വെരി ഗുഡ്. സൈനിങ് ആരാണ്? സൈനിങ് ഞാനാണ്. ഒരു കഥയാണ്, ഒട്ടകവും കുറുക്കനും. ഒരു വരൾച്ച കാലം കാട്ടിൽ നിന്ന് ഒരു കുറുക്കൻ ദാഹിച്ച് വലഞ്ഞ് വെള്ളം അന്വേഷിച്ച് കാട്ടിന് പുറത്തെത്തി. അപ്പോഴതാ നിറയെ വെള്ളമുള്ള ഒരു കുളം. അവൻ ഓടി അതിന്റെ കരയിൽ ചെന്നിട്ട് ആവോളം വെള്ളം കുടിച്ചു. ദാഹം മാറിയപ്പോൾ കുറുക്കൻ ഒരു മോഹം. ഭയങ്കര ചൂടല്ലേ, ആ കുളത്തിൽ ഇറങ്ങിയൊന്ന് കുളിച്ചാലോ എന്ന്. പക്ഷേ കുളത്തിൽ എത്ര ആഴമുണ്ടെന്ന് അറിയില്ലല്ലോ. കുളത്തിനടുത്ത് ഒരു ഒട്ടകത്തെ കണ്ടു കുറുക്കൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ചങ്ങാതി, ഈ കുളത്തിൽ എത്ര ആഴമുണ്ടാവും? എനിക്കിതിൽ ഇറങ്ങി ഒന്ന് കുളിക്കാനാ. ഒട്ടകം തന്റെ പല്ലുകൾ പുറത്തു കാട്ടി ഇളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മുട്ടുവരെ വെള്ളമുള്ളൂ. ഞാനിപ്പോൾ കുളിച്ചു കയറിയതല്ലേ, നീ ചെന്ന് കുളിച്ചോളൂ. ഒട്ടകം പറയുന്നത് കേട്ട് കുറുക്കൻ കുളത്തിന്റെ നടുവിലേക്ക് എടുത്തു ചാടി. എന്നാൽ പെട്ടെന്ന് കുറുക്കൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. നടുവിൽ കുറുക്കന് നിൽക്കാനാവാത്തത്ര ആഴമുണ്ടായിരുന്നു. അവൻ കൈകാലുകൾ അടിച്ച് മുങ്ങിത്താഴാൻ തുടങ്ങി. ഒരുവിധം തല വെള്ളത്തിനു മേൽ ഉയർത്തിപ്പിടിച്ച് അവൻ നീന്തി കരയ്ക്കു കയറി. എന്നിട്ട് ഒട്ടകത്തിന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു, എടോ വിഡ്ഢി, താനല്ലേ പറഞ്ഞത് ഇതിൽ മുട്ടുവരെ വെള്ളമുള്ളൂ എന്ന്? എന്നിട്ടിപ്പോ മുങ്ങിച്ചാവാതെ കരയ്ക്കു കയറാനായത് ഭാഗ്യം. ഇത് കേട്ട് ഒട്ടകവും വിട്ടുകൊടുത്തില്ല. നീ എന്തിനാ എന്നോട് ചൂടാകുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ. എന്റെ മുട്ടുവരെ വെള്ളമുള്ളൂ. അത് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് കേട്ടപ്പോൾ കുറുക്കന് തന്റെ തെറ്റ് മനസ്സിലായി. ഒട്ടകത്തിന്റെ മുട്ടിന് താഴെ മാത്രമേ തനിക്ക് ഉയരമുള്ളൂ. അതുകൊണ്ടാണ് മുങ്ങിപ്പോയത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. ഒരേ കാര്യം ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അവരവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് അപകടകരമായേക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാര്യവും തീരുമാനിക്കരുത്. നമ്മുടെ തന്നെ അഭിപ്രായത്തിലോ എന്ത് തീരുമാനവും എടുക്കാവൂ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. തോട്ട് ഉണ്ടോ? തോട്ട് ഓഫ് ദ ഡേ. Thought of the day ഞാനാണ് മാം. One child, one teacher, one book, one pen can change the world. മലാല യൂസഫ്സൈ. ഇന്ന് പദവിയിലും കൂടുതൽ ആളുകൾ ഉണ്ടല്ലോ, എന്താ പ്രത്യേകത? എക്സാം ആണല്ലേ? എനിക്ക് തോന്നി അതാണ് കൂടുതൽ ആളുകൾ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു കഴിഞ്ഞായിരുന്നോ? നോക്കിയിട്ട്
പരീക്ഷയ്ക്കുള്ളിൽ അറിയാം. നോക്കിയിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്കൊരു ചെറിയൊരു റിവിഷൻ ചെയ്യാം അല്ലേ? ഓക്കെ ആണോ? ഞാൻ ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തത് ഞാനാണോ നിങ്ങൾക്ക്? നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ല മാം, അപർണ മാമാ. ആണ് അല്ലേ? ഓക്കെ, ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലെ? ഓക്കെ, ഡിഫ്തീരിയ, പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ്, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒരാൾ വായിച്ചിട്ടെന്ന് പറയാമോ? നിത്യ. എന്നാ മിസ്? ഞാനാണെങ്കിൽ വീട്ടിൽ കൂടിയല്ല. എന്നാ മിസ് പറഞ്ഞ? ഡിഫ്തീരിയ, പെർട്ടോസിസ് ആൻഡ് ടെറ്റനസ്, അതിന്റെ ആ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടില്ലേ താഴെ? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയേ. മിസ്സേ, ഞാൻ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി എക്സാമിന് വേണ്ടി റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. എന്റെ കയ്യിൽ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. വേറെ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. സബീന. Immunization against these 3 diseases is given in one connected shot, the DPT shot. The first is given when the baby is 6 weeks old, followed a second at 10 weeks and a third at 14 weeks. At 18 months and again at 4.5 years. A booster DPT shot is given. Between the ages of 12 and 14 years, the child is given a booster for diphtheria, tetanus, but not for pertussis. ഓക്കെ, അപ്പൊ DPT ഷോട്ട് എപ്പോഴാണ് ആദ്യം കുഞ്ഞിന് കൊടുക്കുന്നത്? ഏതൊക്കെ ആഴ്ചകളിലായിട്ടാണ് കൊടുക്കുന്നത്? 6, 14 വീക്സ് അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ഷോട്ട് DPT ഷോട്ട് കൊടുക്കുന്നത് 6 വീക്ക്, 10 വീക്സ് ആൻഡ് 14 വീക്സ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പോളിയോ മൈലറ്റിസിന്റെ മറ്റൊരു പേരെന്താണ്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് infantile paralysis. ഇൻഫാന്റൽ പാരാലിസിസ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ MMR എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? Mumps, measles, rubella. മംസ് റുബല്ല. അത് മീസിൽസ് മംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോ M4 മംസ് വരാം, അല്ലെങ്കിൽ M4 മീസിൽസ് വരാം. അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ അതിനൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എഴുതുവാണെങ്കിൽ ഒന്നും മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറയ്ക്കില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് അതൊന്നും നോക്കി വെക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ മാം, MMRന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു. മീസിൽസ്, മംസ്, റുബല്ല, മംസ്, മീസിൽസ്, റുബല്ല, അങ്ങനെ മാറ്റി മാറ്റി ഉണ്ടായിരുന്നു. അപ്പൊ മീസിൽസ്, മംസ്, റുബല്ല ആ ഓർഡറിൽ എഴുതിയപ്പോൾ മാത്രമാണ് അത് കറക്റ്റ് ആയത് മാം. ഓക്കെ, ആ ഓർഡറിൽ തന്നെ എഴുതാം. ക്വസ്റ്റ്യൻ ഉണ്ടായാലും ആ ഓർഡറിൽ ഉണ്ടെങ്കിൽ ആ ഓർഡർ തന്നെ എഴുതുക കേട്ടോ. മീസിൽസ്, മംസ്, റുബല്ല. ടെക്സ്റ്റിൽ മംസ്, മീസിൽസ്, റൂബല്ല എന്നാ കിടക്കുന്നത്. MMR മിസ് അന്ന് എടുത്തപ്പോ അത് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു. മംസ്, മീസിൽസ്, റുബല്ല, അതായത് മീസിൽസ്, മംസ്, റുബല്ല എന്ന് തിരുത്തണമെന്നും പറഞ്ഞ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. എന്തായാലും പ്രശ്നമില്ല. ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, റുബല്ലനെ പറയുന്ന മറ്റൊരു പേരെന്താ? ബ്രാക്കറ്റിൽ നോക്കിയേ നിങ്ങള്. ജർമ്മൻ മീസിൽസ് അല്ലേ? ഓക്കെ. ഇതിന് ആ ഒരു ടേബിള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിൾ ഒരാളൊന്ന് വായിക്കാമോ? ടേബിള് സജിത വായിക്കാമോ? സജിത, സജി.
ഒരാള് റീഡ് ചെയ്യൂ പ്ലീസ്. ദീപ്തി മോഹൻ. യെസ് മാം. ആ ഒന്ന് റീഡ് ചെയ്യാമോ മോളെ? ആ ഒരു നിർത്തി റീഡ് ചെയ്യണേ. ഓക്കെ. എക്സ്പ്ലനേഷൻ പോലെ പറയുകയും ചെയ്യണം. ഓക്കെ. Okay. A regular immunization schedule needs to be followed since the time of the birth of the child till the stages mentioned in the schedule. When, what, why, when. Before birth, to given to the mother. What? Tetanus. It protects against tetanus. ഓക്കെ. I get ടെറ്റനസിന്റെ വാക്സിൻ എപ്പോഴാണ് കൊടുക്കുന്നത്? അതായത് മദറിന്, പ്രഗ്നന്റ് വുമണ് ബിഫോർ ബർത്ത് എപ്പോഴാണ്? ഏത് സമയത്താണ്? അതായത് പ്രഗ്നന്റ് ലേഡീസിനാണ് ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കുന്നത്. എന്തിനെതിരായിട്ടാണ് കൊടുക്കുന്നത്? protect against tetanus. ടെറ്റനസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. ഇനി കുഞ്ഞ് അടുത്തത് വായിച്ചോളൂ. റീഡ് ചെയ്തോളൂ. As soon as possible after birth. What? BCG. Protect against tuberculosis, TB. അതായത് കുഞ്ഞ് ജനിച്ച എത്രയും പെട്ടെന്ന് തന്നെ BCG വാക്സിൻ എടുക്കാറുണ്ട്. എന്തിനെതിരെയായിട്ടാണ്? പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്. ഓക്കെ. ട്യൂബർകുലോസിസ് TB-നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് BCG വാക്സിൻ എടുക്കുന്നത്. അത് എന്താണ് എപ്പോഴാണെന്ന് വെച്ചാല് കുഞ്ഞ് ജനിച്ച എത്രയും പെട്ടെന്ന്. ഓക്കെ. നെക്സ്റ്റ്. Age 6 weeks. TPD polio drops. Protect against polio, diphtheria, pertussis, and tetanus. പറഞ്ഞോളൂ. എക്സ്പ്ലനേഷൻ പറഞ്ഞോളൂ കേട്ടോ. 6 weeks DPD polio drops കൊടുക്കുന്നു. അതിനെ പ്രൊട്ടക്ട് അഗേൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസിനെതിരെയാണ് നമ്മൾ 6 വീക്സിൽ TPD പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നത്. അടുത്തത്. Age 6 weeks onwards, 3 doses. Month 6 months. Hepatitis B. Protect against jaundice at 0-1. നമ്മൾ ഏജ് 6 വീക്സിൽ ഹെപ്പറ്റൈറ്റിസ് ബി, അതിനെതിരെ ജോണ്ടിസിനെതിരെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ കൊടുക്കുന്നത്. ഏജ് 10 weeks, second dose. TPD polio. Protect against polio, diphtheria. നമ്മൾ ഏജ് 10 weeks ആകുമ്പം TPD പോളിയോ കൊടുക്കുന്നു. അതിനെതിരെ പോളിയോക്കും ഡിഫ്തീരിയക്കും എതിരെയാണ് നമ്മൾ TPD പോളിയോ കൊടുക്കുന്നത്. ഏജ് 40 weeks, third dose. TPD polio as noted above. ഏജ് 40 weeks, മൂന്നാമത്തെ ഡോസ് ആണ് കൊടുക്കുന്നത് TPD പോളിയോ. അടുത്ത വായിക്കട്ടെ മാം. ഏജ് 9 months, measles. Protect against measles. ഏജ് 9 months ആകുമ്പോൾ മിസിൽസ് കൊടുക്കുന്നു. അതെതിരെ മിസിൽസിനെതിരെയാണ് കൊടുക്കുന്നത്. ഏജ് 50-80 months, MMR വാക്സിൻ. Protect against measles, mumps and rubella. MMR വാക്സിൻ കൊടുക്കുന്നത് മിസിൽസിനും മംസിനും റുബെല്ലയ്ക്കും എതിരെ. ഏജ് 80 months, polio drops. Booster dose. ഏജ് 80 monthsൽ TPDയും പോളിയോ ഡ്രോപ്സും കൊടുക്കുന്നത് ബൂസ്റ്റർ ഡോസ് ആണ്. ഏജ് 24 months, ടൈഫോയിഡ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടൈഫോയിഡ്. ടൈഫോയിഡിനെതിരെ ഏജ് 24 monthsൽ കൊടുക്കും. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ദീപ്തി പറഞ്ഞത് ഓക്കെ അല്ലേ? റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പഠിച്ച കാര്യങ്ങള്? അടുത്തത് ഹെൽത്ത് ചെക്കപ്പ് ആണ് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പ് പ്രത്യുഷ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. പ്രത്യുഷ. Okay, ma'am. Okay. A regular health checkup of the child should be attempted and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school.
Any problem diagnosed or disclosed should be immediately attended to. ഓക്കെ, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന്? അതായത് നമ്മുടെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് ശരിക്കും എല്ലാ രീതിയിലുള്ള ഹെൽത്ത് ചെക്കപ്പ് വേണം. അതിന്റെ ബോഡി സ്ട്രക്ചർ, കുട്ടിയുടെ ബോഡി സ്ട്രക്ചർ, പൾസിന്റെ റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ്, വെയിറ്റ്, അതെല്ലാം പർട്ടിക്കുലർ പീരീഡിൽ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാവാനൊരു ചാൻസോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലോ അത് വേഗം ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ റെഗുലറായിട്ട് കറക്റ്റ് പീരീഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവുകയും അതനുസരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസോ അല്ലെങ്കിൽ എന്താ നമുക്ക് ട്രീറ്റ്മെന്റോ വേണമെങ്കിൽ അത് ചെയ്യാനും സാധിക്കും. അത് പേരൻസിന്റെയും അതേപോലെ തന്നെ സ്കൂളിൽ നിന്നും ഉള്ള ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോ ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഹെൽത്ത് എക്സാമിനേഷൻ, അതായത് എല്ലാ കാര്യങ്ങളുമാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഓർമ്മയുണ്ടല്ലോ? ഹെൽത്ത് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അത് വലിയവരുടെ ആയാലും അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ECG, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ അതിനകത്ത് ജനറൽ അപ്പിയറൻസ് വരാം, അതുപോലെ ബോഡി സ്ട്രക്ചർ വരാം, റെക്കോർഡിംഗ് ഓഫ് പൾസ് വരാം, ടെമ്പറേച്ചർ മെഷർമെന്റ് വരാം, ഹൈറ്റ് വരാം, വെയിറ്റ് വരാം, റെസ്പിറേറ്ററി റേറ്റ്, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, നെക്ക്, ഐസ്, ഇയർ, നോസ്, ത്രോട്ട്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയിൽ, വിഷൻ, ഹിയറിംഗ്, മെന്റൽ ഇംപാർഷ്യാലിറ്റി, മൂവ്മെന്റ് ഓഫ് ലിംസ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹെൽത്ത് എക്സാമിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ ഹെൽത്ത് എക്സാമിനേഷനിൽ വരുന്നതെന്നൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? Then next one, safety. Safety ഒരാളൊന്ന് റീഡ് ചെയ്യും കേട്ടോ. സേഫ്റ്റി ഞാൻ വായിക്കാം. okay. Capable provision for the safety of children at home or outside is an aspect not to be delayed. Keeping medicines, chemicals, and other dangerous items out of reach of children. Keeping electrical wires insulated and putting away broken pieces of glass. Cleaning of spilled water or oil on the floor, etc. are important steps towards safety. First aid measure should be available instantly. Moreover, care should also not be allowed to play risky games or burn fireworks alone. Safety measures should also be taken even when they travel by vehicle to and from school. അതായത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് കുട്ടിയെ ഗ്ലാസ് കഷ്ണങ്ങളോ വയറ് മറ്റേ ഇലക്ട്രിക്കൽ കറണ്ടിന്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. പിന്നെ അപകടകരമായിട്ടുള്ള ഗെയിമുകള് അങ്ങനെയുള്ളതൊക്കെ കുട്ടികളിൽ നിന്ന് മാറ്റണം. മരുന്നുകള് അവർക്ക് കയ്യെത്തുന്ന നമ്മള് ഒരു സാധനങ്ങളും നമ്മൾ താഴെ വെക്കാൻ പാടില്ല, കയ്യെത്തുന്നിടത്ത് എണ്ണയായാലും എന്താണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ളത് പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അവരെ ശ്രദ്ധിക്കേണ്ട സ്കൂളിലേക്ക് വിടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാല് മെഡിസിൻസ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽസ് ആയാലും അതർ ഡേഞ്ചറസ് ഐറ്റംസ് ആയാലും അത് കുട്ടികളുടെ കയ്യെത്തുന്ന രീതിയിൽ വെക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് വയർസ് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ ബ്രോക്കൺ പീസസ് ഓഫ് ഗ്ലാസ്, അതായത് പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം, ഓയിൽ എന്നിവ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറ്റിക്കളയുക, അല്ലെങ്കിൽ എന്താ പറയാ ഉടനെ തന്നെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കളയുക എന്നുള്ളതൊക്കെ കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വേറെയും പറയുന്നുണ്ട് റിസ്കി ആയിട്ടുള്ള ഗെയിംസ്, അതുപോലെ തന്നെ തീ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, then next one, food and nutritional needs ആണ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യൂ. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് വായിച്ചവർക്ക് തന്നെ വീണ്ടും വായിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ വായിക്കാം. Food and nutritional needs. Just like the 0 to 3 years age group, the 3 to 6 year olds also have their own nutritional needs.
A well-nourished child has normal weight for height and age, is alert, active, happy, and curious. He sleeps well at night, is not irritable, has a good attention span, and has good hunger and normal bowel movements. His or her eyes are clear and bright, hair normal and lustrous, teeth white and clean, skin smooth, slightly moist and glowing, gums jumps from firm and pink and posture erect. Since nutrients make up each and every cell of the body, keeping up with the nutritional needs becomes important for healthy development of the body and mind. Deficiency, excess, or inequality of nutrients cannot only create mild disorders but can even physically disable or kill a person. അതായത് ഒരു ജനിക്കുമ്പോൾ തുടങ്ങിയ ഒരു 3 വയസ്സുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു 3 to 6 years ഉള്ള കുട്ടികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ അവർക്ക് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റും ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിരിക്കും. അവര് ഓൾമോസ്റ്റ് എപ്പോഴും ഹാപ്പി ആയിട്ടും ആക്റ്റീവ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന കുട്ടികളായിരിക്കും. നന്നായിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റും. ഒരു രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല അവർക്ക്. പിന്നെ നല്ല അറ്റൻഷൻ സ്പാൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഗുഡ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. അതേപോലെ തന്നെ നല്ല ഈ ബവൽ മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ മാം? ബവൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സില്, ഓർമ്മയുണ്ടാവും? ടോയ്ലറ്റ് എക്സ്ക്രീറ്ററി പ്രോസസ്, എക്സ്ക്രീറ്ററി പുറത്തേക്ക് പോകുന്ന പ്രോസസ് അല്ലേ? എന്താണ്? പറഞ്ഞോളൂ മൃദുല, പറഞ്ഞോളൂ. ബവൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് ഡൈജസ്റ്റഡ് ആയ ഫുഡ് പുറത്തേക്ക് പോകുന്ന പ്രോസസ് ആണ്. അതാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അവരുടെ ഐസും ഇയേഴ്സും ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ നോർമൽ എല്ലാം മുടി നല്ല നോർമൽ ആയിട്ടുള്ളതായിരിക്കും. പല്ലിന് നല്ല ബലവും അതുപോലെ തന്നെ വൈറ്റ് കളർ ആയിരിക്കും. യെല്ലോ കളറൊന്നും ആയിരിക്കില്ല. പിന്നെ അങ്ങനെ എല്ലാ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടി എപ്പോഴും നല്ല ആക്റ്റീവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയുള്ള കുട്ടിയായിരിക്കും. അപ്പോ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വൈറ്റമിൻസ്, അതുപോലെ പ്രോട്ടീൻസ്, പലതരത്തിലുള്ള മിനറൽസ്, എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടതാണ്. ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഇത്തരത്തിലുള്ള പോഷകാഹാരങ്ങൾ ആവശ്യമാണ്. അപ്പോ ഇത്തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ അപ്പിയറൻസിൽ, അതായത് നമുക്ക് കാണാനായിട്ട് നമുക്ക് വിസിബിൾ ആയിരിക്കും. ആ ഒരു മാറ്റം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടല്ലേ, അവര് ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മുഖത്തിനും അതുപോലെ തന്നെ ബോഡിക്കും ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചേഞ്ചസ് വരുന്നത്? എന്തുകൊണ്ടാണ് ചേഞ്ചസ് വരുന്നത്? ഡയറ്റും എക്സസൈസും ചെയ്യുന്ന ആളുകളില് അവരുടെ ഫേസിൽ വ്യത്യാസം വരാറുണ്ട്. നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാ? മെറ്റബോളിസം അതായത് നമ്മൾക്ക്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കഴിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ പ്രോട്ടീൻ കൂടുതൽ ഇൻടേക്ക് ചെയ്യാറുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, വെജിറ്റബിൾസ് അല്ലെ, കുക്കുംബർ സാലഡ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാറുണ്ട്, ആപ്പിളും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മൾ കുറച്ചേ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത്. അതുമൂലം നമ്മുടെ ഫേസിന് മാറ്റം ഉണ്ടാകാം, അതുപോലെ നമ്മുടെ ബോഡിക്ക് മാറ്റം ഉണ്ടാവാം, സ്കിന്നിന് ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പൊ അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതും, അതായത് ഒരാൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളില് നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുവാണെങ്കിൽ അവർ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുക, ആക്റ്റീവ് ആയിരിക്കും, അതുപോലെ ക്യൂരിയസ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ വളരെ ഒരു എന്താ പറയാ, നല്ലൊരു രീതിയിലായിരിക്കും കുഞ്ഞ് വളർന്ന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ അതർ ഫുഡ് ഹാബിറ്റ്സ് ആണ് കേട്ടോ. അതർ ഫുഡ് ഹാബിറ്റ്സ് ഒരാളൊന്ന് റീഡ് ചെയ്യണം കേട്ടോ. സോറി, ഡയറ്ററി റിക്വയർമെന്റ്സ് അത് നമ്മളിപ്പോ വായിച്ചല്ലേ. അതർ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. അതർ ഫുഡ് ഹാബിറ്റ്സ് മൃദുല റീഡ് ചെയ്യാമോ? മാം ഡയറ്ററി റിക്വയർമെന്റ്സ് വായിച്ചോ? അത് വായിച്ചിട്ടില്ല. അത് വായിച്ചിട്ടില്ല. അത് വായിച്ചിട്ടില്ല. ഡയറ്ററി റിക്വയർമെന്റ്സ് ഫുഡ് വായിച്ചിട്ടില്ല. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ് പറഞ്ഞു. അടുത്തത് ഡയറ്ററി റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ ഓക്കെ. അത് കുറേ ഉണ്ട്. ഇത് പറഞ്ഞാൽ മതിയോ? ഈ ഭാഗത്ത് പറയുന്നത് കുട്ടികൾക്ക് ന്യൂട്രീഷണൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ എന്തൊക്കെ മിനറൽസ് വേണം, പ്രോട്ടീൻസ് വേണം, അതിന്റെ ഒരു 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിക്ക് എത്രത്തോളം കലോറി അല്ലെങ്കിൽ എനർജി ഒരു ദിവസം കൊടുക്കണം എന്നുള്ള കാര്യമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. രണ്ടാമത്തേൽ കുട്ടിക്ക് എന്തൊക്കെ ഫുഡാണ്, ഒരു പ്രീ സ്കൂൾ ഗണത്തിൽ വരുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതൊക്കെ രീതിയിൽ കുട്ടികൾക്ക് ഫുഡ് നമുക്ക് കൊടുത്താലാണ് അവർ കഴിക്കുന്നത്, അതിനുള്ള ടിപ്സുകളാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ. അതിന്റെ ലാസ്റ്റത്തേക്ക് പറയുന്ന ഡിസീസ് ഉള്ള സമയത്ത് കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള ഫുഡ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പറയുന്നത് കുട്ടികൾക്ക് ഫുഡില് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വിറ്റാമിൻ എ ബി സി ഡി പിന്നെ കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ ആൻഡ് അയൺ ഇതുപോലെയുള്ള മിനറൽസും ഒക്കെ ഉൾപ്പെടുത്തിയ നല്ല ഒരു ഫുഡായിരിക്കണം കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്നാണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഗണത്തിൽപ്പെടുന്ന കുട്ടിക്ക് ഒരു ദിവസം വേണ്ട എനർജി എന്ന് പറയുന്നത് 1690 കിലോ കലോറിയാണ് ഒരു ദിവസം വേണ്ടത്. അതുപോലെ പ്രോട്ടീൻ 30 ഗ്രാം പെർ ഡേ ആണ് എന്നാണ് അവിടെ പറയുന്നത് മാം. അടുത്തത് നമുക്ക് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഫുഡിൽ സെറീൽസും പൾസസും പിന്നെ ഒരുപാട് വെജിറ്റബിൾസും ഉൾപ്പെടുത്തണമെന്നും, വെജിറ്റബിൾസ് ആണ് ഗ്രീനി ലീവ്സും അതായത് ഗ്രീനി ലീവ്സ് പോലെയുള്ള സ്പൈനാച്ച്, ബീൻസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കണമെന്നും, പിന്നെ ഓറഞ്ചും യെല്ലോ കളറുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, പംകിൻ ഇതൊക്കെ സിട്രസ് അതായത് വിറ്റാമിൻ സി കൂടുതലായി കിട്ടുന്ന പോലത്തെയുള്ള മൂസമ്പി, ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ടുകൾ, ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പപ്പായ അതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പിന്നെ പാല് ഒരു നല്ല എമൗണ്ട് ഓഫ് പാല് കുട്ടികൾക്ക് കൊടുക്കാം എന്നാണ്, അങ്ങനെയല്ലേ പറയുന്നത്? കൊടുക്കണം എന്നാണ് പറയുന്നത് മാം. അടുത്തത് കൊടുക്കണം. ഇനി പാല് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ അതിന് പകരം അതായത് മറ്റ് ഡയറി പ്രൊഡക്റ്റുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. കൊടുക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് മാം മതിയാ? മതി. അതർ ഫുഡ് ഹാബിറ്റ്സും കൂടി ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ മൃദുല. റീഡ് ചെയ്യാമോ? It is better to avoid strong flavor and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislike of the child. The child should never be forced to eat. In order to develop taste, less likable food can be offered when the child is very hungry, followed by more likable food. By this age, children are able to feed themselves independently. This should be aided. Care should be taken to see that meal times are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. Junk food and too many sweet food should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Concern should be taken that the child does not skip breakfast. Children usually enjoy food when all family members, any children in their center, eat together. Variety in types. Preparation. ഭയങ്കര കരച്ചില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് അതർ ഫുഡ് ഹാബിറ്റ്സിൽ പറയുന്നത് പലതരത്തിലുള്ള ഫ്ലേവറുകള് അതുപോലെ സ്പൈസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ കുഞ്ഞ് വിശന്നിരിക്കുന്ന സമയം ഒക്കെ ഉണ്ടാവും. വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവർക്ക് വിശപ്പില്ലാത്ത ചില സമയങ്ങൾ ഉണ്ടാകും, അവിടെ നമ്മൾ നിർബന്ധിച്ചൊരിക്കലും കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഫുഡാണ്, അതെന്തായാലും നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്, അത് കുട്ടികൾക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളാണ്
ഈ അതർ ഫുഡ് ഹാബിറ്റ്സിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ഒന്ന് നോക്കുക. then അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. then അതുപോലെ തന്നെ ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. then അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ളത് ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസസ്, അതായത് ഡിഫ്തീരിയ, പെർട്ടോസിസ് ആൻഡ് ടെറ്റനസ്, പോളിയോമൈലൈറ്റിസ്, മീസിൽസ്, റുബെല്ല, മംസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? ഓക്കെ, അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു ഞാൻ എടുത്തത്? ഓർമ്മയുണ്ടോ? പാർട്ട് 2 പോയല്ലേ? ഡെവലപ്മെന്റ്. ഓക്കെ, okay, language development. First, language, which is the ability to communicate using spoken words, distinguishes human beings from other animals. അല്ലെ, മറ്റ് മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കഴിവാണത്. അത് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ബിഗിനിങ് സ്റ്റേജിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം, ഭൂമിയിലേക്ക് അവൻ പിറന്നു വീഴുന്നത് ക്രൈയിങ്ങോട് കൂടിയിട്ടാണ് അല്ലെ, കരച്ചിലോട് കൂടിയിട്ടല്ലേ കുഞ്ഞു ഭൂമിയിൽ വന്ന് പറക്കുന്നത്? ആണോ? കരയില്ലേ? പിന്നെ അതുപോലെ തന്നെ കൂയിങ് ഉണ്ട്. കൂയിങ് എന്ന് പറഞ്ഞാല് കൂയിങ് ആണ് കേട്ടോ. നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂയിങ് എന്നല്ല, കൂയിങ്, COOING. അതായത് അവന്റെ തൊണ്ടയിൽ നിന്ന് ചില ശബ്ദങ്ങള്, ഞെരക്കങ്ങള്, മൂളലുകള്, അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. കൂയിങ് സൗണ്ട് എന്ന് പറയുന്നത്. ബാബ്ലിംഗ് എന്ന് പറയുന്നത് അതായത് കുഞ്ഞിന്റെ വായിൽ നിന്ന് ഉമിനീര് വരികയും അതോടൊപ്പം തന്നെ അവൻ ചില സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ബാബ്ലിംഗ് സൗണ്ട്. പിന്നെ അതുപോലെ തന്നെ അവന്റെ ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ് എന്ന് പറയുന്നത് അവന്റെ പ്രൈമറി ക്യാരക്ടറെ വെച്ചിട്ടാണ്. അത് മാ, പ, ഈ 2 വാക്കുകളാണ് അവൻ ആദ്യം ഉച്ചരിക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നീട് വലുതാവും തോറും ചെറിയ ചെറിയ സിമ്പിൾ വേർഡുകൾ പോലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് കുഞ്ഞു തുടങ്ങും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന 4 സ്കില്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ് ആ സ്കില്ലുകൾ? ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുന്ന സ്കില്ലുകൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അല്ലേ? ഓക്കെ, ഒരു 3 വയസ്സുള്ള കുഞ്ഞിന്റെ വൊക്കാബുലറി എത്രയാണ്? എത്ര വേർഡ്സ് ആണ് ഉപയോഗിക്കുക 3 വയസ്സുള്ള കുഞ്ഞിന്? 900 വേർഡ്സ്. 900 വേർഡ്സ് ഉപയോഗിക്കല്ലേ? എന്നാൽ 6 വയസ്സുള്ള കുഞ്ഞാണെങ്കിലോ 12,000 to 14,000. 14,000 അല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതായത് അവരുടെ ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പല പല ഗെയിംസുകൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ? അതായത് ഇവിടെ പറയുന്നുണ്ട് ചൈനീസ് വിസ്പർ, അതുപോലെ സൈമൺ സേസ് തുടങ്ങിയിട്ടുള്ള ഗെയിംസുകൾ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ നമ്മള് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറികൾ നമ്മൾ അവരുടെ ഒരു സ്കില്ല് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പല പല സ്റ്റോറികൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് കേൾപ്പിക്കാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്ത് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റില് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കാണുന്നില്ലേ? ഒരു സെക്കൻഡ് കേട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാം. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒന്ന് റീഡ് ചെയ്യാമോ? Okay, ma'am. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തു കേട്ടോ. Sequence of language development. There may be individual differences so far as the language development is connected, but the order remains the same for all. The general arrangements of language development is as follows. At birth, language is practically absent. At about 4 weeks, small throat sounds are noticed. The starting point in language development is the child smile and cooing at the age of 16 weeks. Around 28 weeks, the babbling stage begins. Around 40 weeks, the baby imitates sounds made by adults and take these sounds into his own system. Now the baby says one word. Around 52 weeks, the baby says 2 or more words. Around 18 months, the baby combines words to form basic sentences pattern. Around 24 months, the baby uses simple phrases and understands simple directions. Around 36 months, the child's vocabulary enormously increases. Now he talks in sentences and answers simple questions. Around 4 years, the child uses conjunctions and understands prepositions. Around 5 years, the child speaks without infantile articulation. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അതിന്ന് ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത്രയുമാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ഓക്കെ അല്ലേ? മെയിൻ ആയിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ എന്തൊക്കെ സ്കില്ലുകളാണെന്ന് നോക്കി വെക്കുക. പിന്നെ കുഞ്ഞിന്റെ ബർത്ത് സ്റ്റേജിൽ എന്താണ് ക്രൈയിങ്, ബാബ്ലിംഗ് സ്റ്റേജ് എന്താണ്, അതുപോലെ തന്നെ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കി മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ? കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ മറ്റു ചാപ്റ്റേഴ്സിൽ നിന്ന്? ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ? കുറച്ച് വിഷമമുണ്ട് മാമക്ക്. കുറച്ച് വിഷമമുണ്ട് അല്ലേ? ഓക്കെ. ഡിഫൻസ് മെക്കാനിസത്തിന് പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. മെന്റൽ മെക്കാനിസം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയാറുണ്ട് അല്ലെ? ഓക്കെ. എന്താണ് ഡിഫൻസ് മെക്കാനിസം? അതൊരു മെക്കാനിസം ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്? ഒന്ന് പറഞ്ഞോ, ഒന്ന് ഓർത്തു നോക്കിയേ. ഞാൻ എന്താണ് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. എന്താണ്? സ്ട്രെസ്, ആങ്സൈറ്റി, ഷെയിം അങ്ങനെയുള്ള കാര്യങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ എന്തെങ്കിലും വരുമ്പോ ആണ്. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ മനസ്സ് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ചില പ്രതിരോധ തന്ത്രങ്ങളെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. അപ്പൊ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ആദ്യത്തേത് കോമ്പൻസേഷൻ. എന്താണ് കോമ്പൻസേഷൻ? ഒന്ന് ഓർത്തൊന്ന് പറഞ്ഞു നോക്കിയേ, ബുക്കൊന്ന് മറിച്ച് നോക്കിയേ. കോമ്പൻസേഷൻ എന്താ എഴുതിയിരിക്കുന്നതെന്ന് സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ. മലയാളത്തില് പറഞ്ഞാ മതിയാ? മതി മതി. ഒരു മേഖലയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി വേറെ മേഖലയിൽ വിജയം കണ്ടെത്തുന്ന അതിനല്ലേ കോമ്പൻസേഷൻ? കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്തുന്നു അല്ലെ? ഓക്കെ. റേഷണലൈസേഷൻ എന്താണ്? റേഷണലൈസേഷൻ ന്യായീകരണം കണ്ടെത്താൻ നമ്മൾ തെറ്റ് ചെയ്തിട്ടും ന്യായീകരണം. തെറ്റായ ന്യായീകരണം കണ്ടെത്തുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. പ്രൊജക്ഷൻ എന്താണ്? പ്രൊജക്ഷൻ ബ്ലെയിമിങ് അതേഴ്സ്. ബ്ലെയിമിങ് അതേഴ്സ് അല്ലെ? മറ്റുള്ളവരുടെ പേരിൽ കുറ്റം ചേരുന്നു അല്ലെ? അതല്ലേ പ്രൊജക്ഷൻ?
എന്തെങ്കിലും എന്താണ് നമുക്ക് എന്തെങ്കിലും പരാജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മേലില് ആ ഒരു കുറ്റം ചാർത്തി നമ്മള് തന്നെ രക്ഷപ്പെടാൻ നമ്മൾ പലപ്പോഴും ആ ഒരു സന്ദർഭം ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മൾക്ക് എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇഷ്ടം. നമ്മളെ ഒരിക്കലും കുറ്റം പറയാനോ കുറ്റം ചാർത്താനോ ഒന്നും നമുക്ക് ഇഷ്ടമല്ല അല്ലെ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്താ? നമുക്ക് വിജയിക്കാൻ പറ്റാത്ത നമ്മളുടെ പങ്കുചേരും. വിജയിക്കുമ്പോൾ നമ്മൾ അതില് സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ വിജയമായിട്ട് കണക്കാക്കും. പിന്നെ അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക. Okay, then sublimation. സപ്ലിമേഷൻ നമുക്കൊരു ഇത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനെ നികത്താൻ ശ്രമിക്കുക. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക. റിപ്രഷൻ എന്താണ്? അത് നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് മനഃപൂർവ്വം മനസ്സിന്റെ ഉള്ളിൽ ഒഴിച്ചു മൂടാൻ നടത്തി അത് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് ആണോ? ഒന്നുകൂടെ പറഞ്ഞേ, എനിക്ക് മനസ്സിലായില്ല. റിപ്രഷൻ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അത് മനഃപൂർവ്വം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയിട്ട് അത് പരമാവധി ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അന്ന് പറഞ്ഞ പോലെ ഓർമ്മ വന്നത്. റിഗ്രഷൻ എന്താണ്? റിഗ്രഷൻ അത് നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്ക് കിട്ടാത്ത കാര്യങ്ങള് ഇപ്പോ സ്നേഹാണേലും നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഇപ്പൊ കിട്ടാൻ വേണ്ടിയിട്ട് ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്ന ഒരു രീതി ആണോ? അതായത് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പൊ കിട്ടുന്നില്ല. ആ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ദാറ്റ് ഈസ് റിഗ്രഷൻ. ഓക്കെ, നെഗറ്റീവ്സ് എന്താണ്? നെഗറ്റീവ് തോട്ടുകള് അല്ലെ, കുറ്റം പറയുക, ആ കുറ്റം ഇതിലൂടെ സന്തോഷം കണ്ടെത്തുക അല്ലെ. ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? നെഗറ്റീവിസം എന്ത് കാര്യവും നെഗറ്റീവായിട്ട് ചിന്തിക്കുക, എന്നിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ച് നമ്മളെ കൂടെ നെഗറ്റീവ് ആക്കുക, നമ്മുടെ മൈൻഡ് ഡൗൺ ആക്കുക, അങ്ങനെ. നെക്സ്റ്റ് വൺ സിമ്പത്തിസം. എന്താണ് സിമ്പത്തിസം? മറ്റുള്ളവരെ നമ്മൾക്ക് ഒരു സിമ്പതി കിട്ടുന്ന രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറി അവരുടെ ബാക്കിയുള്ളവരുടെ സിമ്പതി നമ്മൾ പിടിച്ചു വാങ്ങി. സിമ്പതി പിടിച്ചു വെക്കുക അല്ലെ, സിമ്പത്തിസം. വിഡ്രോവൽ എന്താണ്? വിഡ്രോവൽ ഐസോലേറ്റിംഗ് വൺസെൽഫ്, ഉൾവലിയുക. അതെ, അതായത് ഏതൊരു സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ പറ്റാത്ത പലതരത്തിലുള്ള സിറ്റുവേഷൻസ് അതിന്റെ ആദ്യം തന്നെ മാറിപ്പോവുക, മുഖം തിരിക്കുക, അതൊക്കെ വിഡ്രോവലില് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കാണാൻ അല്ലെങ്കിൽ മരിച്ച ആ ഒരു ആളെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ചെല്ലാനായിട്ട്, നമുക്ക് അവരെ ഫേസ് ചെയ്യാനായിട്ട്, അവരെ നോക്കാനായിട്ട് ബുദ്ധിമുട്ട്, ആ സ്ഥലത്ത് പോകാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പൊ എന്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാനും അതിൽ നിന്നും പുറംതിരിഞ്ഞു നിൽക്കാനുമുള്ള ഒരു ഇതാണിത് വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്. എന്താ? പകൽക്കിനാവ് കാണുക. പകൽക്കിനാവ് കാണുക അല്ലെ. അതായത് നമുക്ക് ചില സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമുക്ക് ചിലപ്പോ റിയാലിറ്റിയിൽ ചിലപ്പോ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ അത് നമ്മള് സ്വപ്നത്തിൽ നമ്മള് ആ ഒരു റിയാലിറ്റിയിൽ, അതായത് നമ്മളിപ്പോ നമുക്ക് എന്ത് സ്വപ്നം വേണമെങ്കിലും കാണാം അല്ലെ. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നത് വരെ നമുക്ക് സ്വപ്നം കാണാം. അപ്പൊ നമ്മൾ ആ ചെയറിൽ ഇരിക്കുന്നത്, നമ്മൾ കുറെ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് സ്വപ്നം കാണാം. അങ്ങനെ അതും ഒരു ടൈപ്പിലൊരു വിഡ്രോവൽ എന്ന് വേണമെങ്കിൽ പറയാലോ.
അത് പറയാനായിട്ട് പറ്റും. അപ്പൊ പലതരത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഫാന്റസി, അതായത് പകൽക്കിനാവ് കാണാന്ന് പറയാം അല്ലെ, ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഡിഫറൻസ് വ്യത്യാസം എല്ലാം തന്നെ നോക്കി വെക്കുക. എന്താണ് അതിന്റെ പ്രത്യേകത? അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. മാം ഇതില് സബ്സ്റ്റിറ്റ്യൂഷനും സബ്ലിമേഷനും ആണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം വരുന്നു പോകുന്നു. കൺഫ്യൂഷൻ വരുന്നതൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ വരിക. ഓക്കെ. അപർണ മിസ് ഇതൊക്കെ നീഡ്സ് എന്ന് പറഞ്ഞു തന്നായിരുന്നോ? ഇല്ല. പറഞ്ഞു തരണോ? ഞാൻ പറഞ്ഞു തരണോ ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന്? മിസ് ഈ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിന്റെ അപർണ മിസ് മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ല. തന്നിട്ടില്ല അല്ലെ? എന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? ഞാൻ ഇന്നലെ പറഞ്ഞു. അത് ഇന്ന് കിട്ടിയായിരുന്നു. ഇന്ന് കിട്ടിയായിരുന്നു മിസ്സിന്റെ 2 എണ്ണം. നീഡ്സും ഇന്ന് വന്നു, ലാംഗ്വേജ് ഡെവലപ്മെന്റും വന്നു. മറ്റേത് വന്നില്ല, സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് വന്നിട്ടില്ല. വന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അപർണ മിസ്സിനോട് ഞാൻ പറഞ്ഞേക്കാം. ഇത് കുറെ ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ എല്ലാരും തന്നെ. നീഡ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ, നീഡ്സിലെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അപ്പൊ ഞാൻ എടുത്തത് 3 ചാപ്റ്റർ ആണ്. ആ 3 ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പൊ തന്നത്. അപ്പൊ എന്തെങ്കിലും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ 3 ചാപ്റ്റർ, അതായത് ഹെൽത്ത് കെയർ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ദെൻ ഡിഫൻസ് മെക്കാനിസം, ഈ 3 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിൽ പാസ് മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാസ് മാർക്ക് അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉള്ള ഇൻസ്ട്രക്ഷൻ കിട്ടും കേട്ടോ, കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് എക്സാം നടക്കുമ്പോ. വലിച്ചു വാരിയൊന്നും നോക്കണ്ട കേട്ടോ, എല്ലാരും കൂടി കൺഫ്യൂഷൻ ആകും. ആവശ്യമുള്ളത് മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. എക്സാമിനല്ലേ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മോക്ക് ടെസ്റ്റിലുള്ളതൊക്കെ ഉണ്ടാവാറില്ലേ? മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ ഈ ഒരു സമയത്തൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അപ്പൊ അതൊന്ന് നോക്കുക. മേരിയ മോണ്ടിസോറി പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ലേ, അതിൽ നിന്നൊക്കെ എങ്ങനെ വരിക? അപ്പോ അതിൽ നിന്നൊക്കെ അത് ജിഷ മിസ് അല്ലേ എടുക്കുന്നേ? മിസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലേ? അന്ന് ചോദിച്ചായിരുന്നില്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോ ശരിക്കും പാർട്ട് 1ഉം പാർട്ട് 2 അല്ലേ ഉള്ളൂ. മരിയ മോണ്ടിസോറിയുടെ ഇല്ലല്ലോ. മരിയ മോണ്ടിസോറിയുടെ 3rd പാർട്ട് അല്ലേ? അതിപ്പോ അല്ലല്ലോ. ഓക്കെ. അമ്പിളി ഫുള്ള് പാട്ടും പഠിച്ചു മാം. അമ്പിളി ഫുള്ള് പാട്ട് പഠിച്ചു എന്നാ തോന്നുന്നത്. കൺഫ്യൂഷൻ ആണ്. ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് കേട്ടോ. ഞാനും വിചാരിച്ചു കേട്ടോ, ഞാനും ഇങ്ങനെ പറയാ അത് ഇതാണല്ലോ മിസ്സിനോട് ചോദിച്ചത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മാത്രം നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ടെൻഷനാവും, മനുഷ്യനെ പേടിപ്പിക്കാൻ. അമ്പിളി പേടിപ്പിച്ചു കളഞ്ഞല്ലേ കുറച്ചു നേരം കൊണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു മാം. താങ്ക് യു മാം. മാക്സിമം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റി. അതാ മാം, റിവിഷൻ നന്നായിരുന്നു. എല്ലാം ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോ ഒരു ഐഡിയ ഒക്കെ കിട്ടി. അപ്പൊ താങ്ക് യു മാം, റിവിഷന് വളരെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം കേട്ടോ. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. മിസ്സേ, അപർണ മിസ്സിനോടൊന്ന് പറയണം കേട്ടോ ആ ചാപ്റ്ററിന്റെ മൊത്തം. പറഞ്ഞേക്കാം കേട്ടോ.